ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനുണ്ടല്ലോ, എൻ്റെ കണ്ണ് മോക്കെ നിങ്ങൾ കണ്ടോ? വന്നു, ജസ്റ്റ് ഒന്ന് മോൻ കഴുകി ബ്രഷ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. വന്ന ഇവിടെ ഇരുന്നു. ഞാനുണ്ടല്ലോ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മൂടില്ല. ഒരു 5 മിനിറ്റ് കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുണ്ടാക്കണം എന്ന് ഓർത്തിങ്ങനെ ഇരുന്നപ്പോഴാണ് ചീനിക്കിഴങ്ങുണ്ടല്ലോ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്നറിയോ, ശരിക്കിരിക്കട്ടെ, എൻ്റെ മുഖത്ത് ഭയങ്കര ടയർഡാണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. രാത്രി ഫുള്ള് എനിക്ക് ബിസി ആയിരുന്നു കേട്ടോ. ഒരു ഡെലിവറി പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. പാവം 7 മന്ത് ആയിരുന്നു കേട്ടോ. വരുമ്പോൾ അവർക്ക് ലൂസ് മോഷനൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു അബ്ഡോമൽ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അവർ ഫസ്റ്റ് ഒന്ന് അബോർഷനായിരുന്നു. ഇത് സെക്കൻഡ് വൺ ആണ്. ഫസ്റ്റ് 3 മന്തിൽ 4th മന്തിലെങ്ങാണ്ട് അബോർഷനായി. ഇത് 7 മന്താണ്. അപ്പം സെർവിക്കൽ സ്റ്റിച്ച് ചെയ്യും, കാരണം അത് ഓപ്പൺ ആകാതിരിക്കാൻ വേണ്ടി. കാരണം ഒത്തിരി ഓപ്പൺ ആകുമ്പോൾ അബോർഷൻ ആകുമല്ലോ വിചാരിച്ച് അത് ഓൾറെഡി സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ ആയപ്പോഴത്തേക്കും പേഷ്യൻ്റ് ഭയങ്കര പെയിൻ സ്റ്റാർട്ടായിട്ട് ഞങ്ങൾ പേഷ്യൻറ്റിനെ ലേബർ റൂമിൽ ഷിഫ്റ്റ് ചെയ്തു. ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ, വന്നായിരുന്നു. ഷിഫ്റ്റ് ചെയ്തിട്ട് സെർവിക്കൽ സ്റ്റിച്ച് റിമൂവ് ചെയ്തു, കാരണം ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. അത് പേഷ്യൻ്റ് 12:30 1 o'clock ലേബർ റൂമിൽ ഷിഫ്റ്റ് ചെയ്തു. 3:45 ഡെലിവറി ആയത്. കാരണം ബ്രീച്ച് ആയിരുന്നു. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ബട്ടക്സ് ആയിരുന്നു. കുറേ സമയം വെയിറ്റ് ചെയ്ത് ഉറങ്ങിയിട്ടേ ഇല്ല, ഉറങ്ങാൻ പറ്റില്ല, കണ്ണു തുറന്നിരിക്കുകയായിരുന്നു. അപ്പം പേഷ്യൻ്റ് ബെഡിൽ നിന്ന് എണീക്കുന്നു, ചാടുന്നു. അവർക്ക് പാവം ഡെലിവറി പെയിൻ പറയാൻ പറ്റില്ല, ഭയങ്കര പെയിന്. അവർ പറയുന്നുണ്ട്, അയ്യോ ഇത് കീറിയെടുക്കുമെന്ന് പറയുന്നു. കയ്യിലൊക്കെ പിടിച്ച് ഞെക്കി. അങ്ങനെ 3:45 ഇടയിൽ കുറേ അഡ്മിഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 3:45 ആയിട്ടാണ് കഴിഞ്ഞത്. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എത്ര മണി, ഏകദേശം 7 o'clock ആയി. 7:30 ആയി. 7:30 കഴിഞ്ഞപ്പോൾ 8 o'clock എൻ്റെ ഡ്യൂട്ടിയും കഴിഞ്ഞു. അങ്ങനെ വന്നിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇന്ന് ചോദിച്ചാൽ ഇന്നലെ രാത്രിയിൽ മൂങ് ദാലില്ലേ, നമ്മുടെ ഈ പയറിൻ്റെ പരിപ്പ്, അത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. സെപ്റ്റോയിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അതിരുന്ന് കുറേ കഴിച്ചു എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് വിശക്കുന്നില്ല. രാത്രി കഴിച്ചായിരുന്നു. അപ്പം ഉറക്കം വന്നിങ്ങനെ കണ്ണിങ്ങനെ അടയുന്നത് കാണാനും കണ്ടോ. അപ്പം ഞാൻ എന്തായാലും ചീനിക്കിഴങ്ങ് വെച്ചിട്ട് എന്തായാലും എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കണമല്ലോ. കാരണം എനിക്ക് കിടന്നാലും ഉറക്കം വരില്ല. ഉറക്കം ഇങ്ങനെ വന്നാൽ പോലും പെട്ടെന്ന് എനിക്ക് ഉറക്കം വരില്ല. അപ്പം വേറെ വീഡിയോ ഒന്നും ഇന്നില്ല. എൻ്റെ ചെറിയ ഇങ്ങനത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ. കൊച്ചു വന്നു, ഭയങ്കര സങ്കടമായി കേട്ടോ കണ്ടപ്പോൾ. കാരണം അവർ ഒത്തിരി ആഗ്രഹിച്ചതാണ്. രണ്ടാമത്തെ അല്ലേ, അതെങ്ങനെ പറയേണ്ടതെന്ന് വരില്ല. കാരണം ഓൾറെഡി അതെപ്പോൾ പോയെന്ന് അറിയില്ല. കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ തന്നെ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ നമ്മളിവിടെ ഡിസ്പോസ് ചെയ്യുമായിരുന്നു. പക്ഷെ അവർക്ക് വേണമെന്നും പറഞ്ഞ് ഞങ്ങൾ ലെറ്ററൊക്കെ എഴുതി കൊടുത്തു വിട്ടു. എന്നാലും ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു ആൺകുഞ്ഞ്, സങ്കടം വന്നു. എന്ത് ചെയ്യാല്ലേ, ദൈവം അത് വിധിച്ചിട്ടില്ല. ദൈവം തന്നു, ദൈവം തന്നെ അത് തിരിച്ചെടുത്തു, അത്രേ ഉള്ളൂ. കാരണം എനിക്കൊന്ന് പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് പെയിൻ വന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കുഞ്ഞിന് മൊമെൻ്റ് ഇല്ലയെന്ന് അവർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പം ഞാനുണ്ടല്ലോ ചീനിക്കിഴങ്ങ് അടുപ്പേ വെക്കട്ടെ കേട്ടോ, പുഴുങ്ങാനായിട്ട്. വെള്ളത്തില കുക്കറിൽ തന്നെ, ഇന്നാൾ ദിവസം ഞാൻ കാണിച്ചായിരുന്നല്ലോ, കുക്കറിൽ തന്നെ പുഴുങ്ങാനായിട്ട്. ഒരു 10 മിനിറ്റിലാവും. പിന്നെ മുളകൊക്കെ പൊട്ടിച്ചൊന്ന് കഴിച്ചിട്ട് കിടന്നു ഉറങ്ങണം. ഉറങ്ങില്ലേ, സത്യം ഇടുന്ന ലേറ്റായിട്ട് എണീക്കുള്ളൂ. ഞാൻ എന്നും ഉണ്ടല്ലോ ഉറക്കം വരുന്ന എത്ര മണി, 3:30 ആകുമ്പോൾ 2:30 ആകുമ്പോൾ എനിക്ക് ഉറക്കം വരും. കറക്റ്റ് 4 മണിയാകുമ്പോൾ എണീക്കും. ഞാൻ എണീറ്റില്ലെങ്കിൽ എനിക്ക് എവിടെ നേരം ഒരു കോള് വരും. അപ്പം പിന്നെ ഉറക്കം പോകും. എന്നെ ആര് ഒരു പ്രാവശ്യം ഡിസ്റ്റർബ് ചെയ്താൽ മതി. എപ്പോഴേ എന്നെ ആരെങ്കിലും ഒരു പ്രാവശ്യം ഡിസ്റ്റർബ് ചെയ്താൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല, ഉറക്കം പോയി. അപ്പം ഞാൻ ചീനിക്കിഴങ്ങ് ഉണ്ടാക്കട്ടെ കേട്ടോ. ഇതുണ്ടോ, ചീനിക്കിഴങ്ങ് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടേ. ഞാൻ ഇതുപോലെ കണ്ടോ, കുക്കറിൽ ഇഡ്ഡലി പാത്രത്തിൽ കണ്ടോ, അടിയിൽ വെള്ളം വെച്ചിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേകും. നല്ല സ്വീറ്റ് ഉണ്ട് കേട്ടോ. അപ്പം വെള്ളം ഒന്നും കയറില്ല, നല്ല സ്റ്റീം വരുന്നുണ്ട്. 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വെന്താൽ മതി. അടച്ചു വെച്ച് ഇതിനകത്ത് പയറുകറി വേവിക്കുക ഉച്ചക്കത്തേക്ക്. അപ്പം ഇന്ന് വേഗം ഞാനുണ്ടല്ലോ ഉറങ്ങാൻ പോയി കിടന്ന കേട്ടോ. അപ്പോഴുണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. അപ്പോൾ റെഡിയായിട്ട് ഞാൻ പോകാൻ തുടങ്ങും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഉറക്കം വരുന്നു. ഇപ്പം നോക്കിയേ, കുറച്ച് മേക്കപ്പ് ചെയ്തപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഡള്ളായിട്ട്. അപ്പം 2 ചീനിക്കിഴങ്ങ് കഴിച്ചിട്ട് പോകാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാനുണ്ടല്ലോ ഓട്ടോ ബുക്ക് ചെയ്യട്ടെ, ഓട്ടോയ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഇവിടെ നിന്നൊരു 45 മിനിറ്റ്സ് ഉള്ളതെന്ന് എനിക്ക് തോന്നി. ആദ്യമായിട്ട് ഞാൻ ആ സ്ഥലത്ത് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ വീഡിയോ
അപ്പം പോകാൻ ഞാൻ ഇറങ്ങി. ഓട്ടോ വരും ഇപ്പോൾ താഴെ. നല്ല വെയിലാണ് കേട്ടോ. ഞാൻ പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കുവാണേ. ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഞാൻ 15-20 മിനിറ്റ്സായി. ആദ്യം ബുക്ക് ചെയ്ത ഓട്ടോ എങ്ങും എൻ്റെ കൈ തട്ടി ക്യാൻസലായി. അപ്പോൾ രണ്ടാമത്തെ ഓട്ടോയാണ്. ഇവിടെ അടുത്തെത്താറായി. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ പോയപ്പോൾ എന്നെ സംബന്ധിച്ചറിയുമോ, ഞാൻ അറിയാതെ എനിക്ക് ഓട്ടോ കിട്ടില്ല. അപ്പോൾ എവിടെയോ പ്രസ്സായി 4 ഓട്ടോ ബാക്ക് ടു ബാക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ക്യാൻസൽ ചെയ്യും മാഡം എന്ന് പറഞ്ഞ്. ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് എവിടെ ക്യാൻസലാകുന്നു? ബാക്ക് ടു ബാക്ക് മീൻസ് ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഞങ്ങളുടെ കാറിലാണ് പോയത് കേട്ടോ. ഡ്രൈവർ കൊടുത്തിട്ട് അവർ ക്യാൻസലൈസേഷൻ ചെയ്തു. എന്നിട്ട് അവർ വഴക്കും കൂടെ പറഞ്ഞു, നിങ്ങൾ ഇത്രയും ദൂരത്ത് ഞങ്ങൾ വരുന്നതാണ്, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് എമർജൻസി വന്ന് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അതിപ്പോൾ എന്ത് പറയാനാണ്. അപ്പം ഇവിടെ നിയർ എത്താറായി. എനിക്ക് ഓട്ടോയിൽ പോകുന്ന ഇഷ്ടം കേട്ടോ, എല്ലാം കണ്ടു പോകാനായിട്ട്. കാറിൽ പോകുന്ന ഇഷ്ടമില്ല. വരുന്നുണ്ടെന്ന് നോക്കട്ടെ. 582 മീറ്ററാണ് അത്രയും പറയുന്നുണ്ട്. എത്തിയിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ എടുക്കുന്നുണ്ട് ഉറങ്ങാത്തതുകൊണ്ടേ. സാധനം ഇത്ര ലേറ്റാവുന്നല്ലോ. എന്ത് പറ്റിയപ്പോൾ ഇങ്ങനെ വണ്ടി ലേറ്റാവുന്നത്? അങ്ങനെ ഞാൻ പോയി തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ഓർത്ത ഉച്ചയ്ക്ക് ഫുഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നോക്കും ബിരിയാണി കടയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഇവിടെ നിന്ന് ഞാൻ വാങ്ങുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ. ബൈ.